ഒരു ദിവസം നിങ്ങൾ സാധാരണ കണ്ണ് പരിശോധിക്കാൻ ആശുപത്രിയിൽ പോകുന്നു. ഡോക്ടർ നിങ്ങളുടെ കണ്ണ് സ്കാൻ ചെയ്യുന്നു. പക്ഷേ ഡോക്ടർ പെട്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഹൃദയാഘാത സാധ്യത ഉണ്ടാകാം. അതുപോലും ECG ഇല്ല, ബ്ലഡ് ടെസ്റ്റ് ഇല്ല, സ്കാൻ ചെയ്യുന്നത് കണ്ണ് മാത്രം. ഇത് സയൻസ് ഫിക്ഷൻ അല്ല, ഇത് ഇപ്പോൾ യഥാർത്ഥ ലോകത്ത് നടക്കുന്ന AI മെഡിക്കൽ റെവല്യൂഷൻ ആണ്. നമ്മുടെ കണ്ണിന്റെ പിന്നിലെ ഭാഗത്തെയാണ് റെറ്റിന എന്ന് വിളിക്കുന്നത്. ഇത് ഒരു സാധാരണ ഭാഗമല്ല. ഇവിടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ കാണാൻ കഴിയും. റെറ്റിനയിലെ രക്തക്കുഴലുകളിൽ വരുന്ന മാറ്റങ്ങൾ ശരീരത്തിലെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനകൾ നൽകും. കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസ് എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതായത് ഹൃദയത്തിലെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ആദ്യം പ്രതിഫലിക്കുന്നത് കണ്ണിലെ രക്തക്കുഴലുകളിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മനുഷ്യ ഡോക്ടർക്ക് എല്ലാ ചെറിയ പാറ്റേണുകളും കൃത്യമായി തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെത്തുന്നത്. AI എന്ന് പറഞ്ഞാൽ സാധാരണ സോഫ്റ്റ്വെയർ അല്ല. ഇവിടെ ഉപയോഗിക്കുന്നത് ഡീപ് ലേണിംഗ് എന്ന ടെക്നോളജിയാണ്. ഇത് മനുഷ്യന്റെ ബ്രെയിൻ പോലെ പാറ്റേണുകൾ പഠിക്കാൻ ശ്രമിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്നു. റിസർച്ചേഴ്സ് അവർ ലക്ഷക്കണക്കിന് റെറ്റിനൽ ഇമേജസ് AIക്ക് കൊടുത്തു. ഓരോ ഇമേജിനൊപ്പവും പേഷ്യന്റ് ഡേറ്റയും ഉണ്ടായിരുന്നു. ഏജ്, ബ്ലഡ് പ്രഷർ, സ്മോക്കിംഗ് ഹിസ്റ്ററി, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, പിന്നീട് ആ വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായോ ഇല്ലയോ, ഇങ്ങനെ AI ആയിരക്കണക്കിന് എക്സാമ്പിൾസ് കണ്ടുപഠിച്ചു. അവസാനം മനുഷ്യർക്ക് പോലും കാണാനാകാത്ത മൈക്രോസ്കോപ്പിക് പാറ്റേൺസ് AI തിരിച്ചറിയാൻ തുടങ്ങി. ഇതിനെ തന്നെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. 2018 ഗൂഗിൾ റിസർച്ച് നടത്തിയ ഒരു വലിയ പഠനം മെഡിക്കൽ ലോകത്തെ ഞെട്ടിച്ചു. അവർ ഡീപ് ലേണിംഗ് ഉപയോഗിച്ച് റെറ്റിനൽ ഇമേജസ് അനലൈസ് ചെയ്തു. അപ്പോൾ AIക്ക് എന്തൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അറിയാമോ? വ്യക്തിയുടെ അപ്രോക്സിമേറ്റ് ഏജ്, ജെൻഡർ, സ്മോക്കിംഗ് സ്റ്റാറ്റസ്, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് റിസ്ക്, ഹാർട്ട് ഡിസീസ് റിസ്ക്. അതായത് കണ്ണിന്റെ ചിത്രം മാത്രം ഉപയോഗിച്ച് ശരീരത്തിന്റെ വലിയ ഹെൽത്ത് ഇൻഫർമേഷൻ AI കണ്ടെത്താൻ തുടങ്ങി. ശേഷം 2022 യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് ഉൾപ്പെടെയുള്ള ഗവേഷകർ മറ്റൊരു ബ്രേക്ക് ത്രൂ സ്റ്റഡി നടത്തി. അവർ റെറ്റിനൽ സ്കാൻസ് ഉപയോഗിച്ച് അടുത്ത വർഷങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത പ്രെഡിക്റ്റ് ചെയ്യാൻ AIയെ ട്രെയിൻ ചെയ്തു. റിസർച്ച് പ്രകാരം സിസ്റ്റത്തിന്റെ ആക്യുറസി ഏകദേശം 70% മുതൽ 80% വരെ എത്തിയിരുന്നു. ഇതൊരു ഹ്യൂജ് ബ്രേക്ക് ത്രൂ ആയി മെഡിക്കൽ ലോകം കണക്കാക്കി. കാരണം ഇത് നോൺ ഇൻവേസീവ് ആണ്. അതാണ്, ഇൻജക്ഷൻ ഇല്ല, പെയിൻ ഇല്ല, സർജറി ഇല്ല, വളരെ വേഗം റിസൾട്ട് ലഭിക്കും. ഒരു സാധാരണ ഐ സ്കാൻ മാത്രം. AI റെറ്റിനയിൽ എന്താണ് നോക്കുന്നത്? റിസർച്ചേഴ്സ് പറയുന്നതനുസരിച്ച് AI പ്രധാനമായും അനലൈസ് ചെയ്യുന്നത് ബ്ലഡ് വെസൽ വിഡ്ത്ത്, വെസൽ ടോർച്വാസിറ്റി, വെസൽ ഡെൻസിറ്റി, മൈക്രോ ബ്ലീഡിംഗ് അല്ലെങ്കിൽ ഡാമേജ്, ഓക്സിജൻ സപ്ലൈ പാറ്റേൺസ്. ഇവ മനുഷ്യന്റെ കണ്ണിന് സെറ്റിൽ ആയിരിക്കും. പക്ഷേ AI പിക്സൽ ലെവൽ അനാലിസിസ് ചെയ്യുന്നതിനാൽ വളരെ ചെറിയ മാറ്റങ്ങളും കണ്ടെത്താൻ കഴിയും. ഒരു രീതിയിൽ പറഞ്ഞാൽ AI കണ്ണിൽ നിന്ന് ഹൃദയത്തിന്റെ ഹെൽത്ത് റിപ്പോർട്ട് വായിക്കുന്നു. ഒരു ആശുപത്രിയിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം? സ്റ്റെപ്പ് 1, പേഷ്യന്റിന്റെ റെറ്റിനൽ സ്കാൻ എടുക്കുന്നു. സ്റ്റെപ്പ് 2, ഇമേജ് AI സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. സ്റ്റെപ്പ് 3, AI ഇമേജ് അനലൈസ് ചെയ്യുന്നു. സ്റ്റെപ്പ് 4, സിസ്റ്റം റിസ്ക് സ്കോർ ജനറേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ലോ റിസ്ക്, മീഡിയം റിസ്ക്, ഹൈ റിസ്ക്. സ്റ്റെപ്പ് 5, ഹൈ റിസ്ക് ആണെങ്കിൽ പേഷ്യന്റിനെ കാർഡിയോളജിസ്റ്റിലേക്ക് റെഫർ ചെയ്യും. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്നു. കാരണം പലർക്കും ഹാർട്ട് ഡിസീസ് സിംറ്റംസ് ഉണ്ടാകുമ്പോഴേക്കും രോഗം വളരെ മുന്നേറി പോയിരിക്കും. പക്ഷേ AIക്ക് ഇയർലി വാർണിംഗ് നൽകാൻ കഴിയും. ഹാർട്ട് ഡിസീസ് മാത്രമല്ല, റെറ്റിനൽ AI ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ: സ്ട്രോക്ക് റിസ്ക്, അൽഷിമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ, കിഡ്നി ഫെയിലിയർ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസ്, പാർക്കിൻസൺസ് ഡിസീസ് ഇവയാണ്. കാരണം റെറ്റിന ആക്ച്വലി ബ്രെയിൻ്റെ എക്സ്റ്റൻഷൻ ആയി കണക്കാക്കപ്പെടുന്നു. അതിനാൽ റെറ്റിന ഹെൽത്ത്, ബ്രെയിൻ ഹെൽത്ത്, കാർഡിയോവാസ്കുലർ ഹെൽത്ത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇതുകൊണ്ടാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് ദ ഐ ഈസ് ദ വിൻഡോ ടു ദ ബോഡി. പക്ഷേ ഇതിന് എത്തിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. AI പ്രഡിക്ഷൻ തെറ്റിയാൽ ഉത്തരവാദി ആരാണ്? ഇൻഷുറൻസ് കമ്പനീസ് ഈ ഡേറ്റ ഉപയോഗിക്കുമോ? എംപ്ലോയീസ് ഹെൽത്ത് പ്രഡിക്ഷൻ നോക്കുമോ? നിങ്ങളുടെ റെറ്റിനൽ ഡേറ്റ സുരക്ഷിതമാണോ? AI ഹെൽത്ത് കെയറിലേക്ക് വരുമ്പോൾ ടെക്നോളജി മാത്രമല്ല, എത്തിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫ്യൂച്ചർ ടെക്നോളജി മാത്രമല്ല. ഇപ്പോൾ തന്നെ ചില ഹോസ്പിറ്റൽസ് പൈലറ്റ് പ്രോജക്ട്സ് നടത്തുന്നു. AI ഓഫ്താൽമോളജി ടൂൾസ് ഉപയോഗിക്കുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതി ഡിറ്റക്ഷൻ AI സിസ്റ്റംസ് ആൾറെഡി ഹോസ്പിറ്റൽസിൽ ഉണ്ട്. കാർഡിയോവാസ്കുലാർ സ്ക്രീനിംഗ് റിസർച്ച് റാപ്പിഡ്ലി വളരുന്നു.
അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ റെറ്റിനൽ AI സാധാരണ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ കണ്ണ് സ്കാൻ, പക്ഷേ അതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാവി അറിയാൻ കഴിയുന്ന കാലം അടുത്തിരിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനി റോബോട്ട്സ് മാത്രമല്ല, ഇത് ജീവൻ രക്ഷിക്കുന്ന മെഡിക്കൽ ടെക്നോളജിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുണ്ട്. AIയെ എത്രത്തോളം വിശ്വസിക്കാം? ഡേറ്റ പ്രൈവസി എങ്ങനെ സംരക്ഷിക്കും? എല്ലാവർക്കും ഈ ടെക്നോളജി ലഭ്യമാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.